ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലത്തെ ജോലികളെല്ലാം പെട്ടെന്ന് ഒതുക്കിയിട്ട് എനിക്ക് കല്യാണത്തിന് പോകേണ്ടതുണ്ട്. തലേന്ന് നമ്മൾ പോയിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് രാവിലെ എൻ്റെ ജോലികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. രാവിലെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അനിയത്തി തേച്ച് കഴുകി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പുട്ടിൻ്റെ കോംബോയായിട്ട് മാമ്പഴമാണ്. ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഈ ഒരു പാത്രത്തിൻ്റെ ലിങ്ക് മേളിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാൻ താല്പര്യമുള്ളവർ കയറി വാങ്ങിച്ചോളൂ. നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പിൻ്റെ മാവൊക്കെ നനച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇത് ചിരട്ടപ്പെട്ട് ഓരോന്നായിട്ട് നമ്മളിവിടെ പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട വീഡിയോസിലെല്ലാം അരിമാവിലാണ് കേട്ടോ പുട്ടുണ്ടാക്കി കാണിച്ചത്. പക്ഷേ ഇന്നിപ്പം ഗോതമ്പിൻ്റെ പൊടി വെച്ചിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കിയത്. നമുക്കൊന്ന് നോക്കാമെന്നേ. അപ്പോൾ എന്തായാലും മാമ്പഴത്തിൻ്റെ സീസണാണ്. മാങ്ങാ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ എളുപ്പപ്പണിയായിട്ട് നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് രാവിലെ. അപ്പോൾ മനസ്സിൽ വന്നൊരു പ്ലാനാണ് മാമ്പഴവും പുട്ടും ഒന്ന് ആക്കി നോക്കിയാലോ എന്ന്. അങ്ങനെ ഞാൻ പപ്പടവും കൂടെ കാച്ചി എടുക്കുന്നുണ്ട്. അഥവാ എങ്ങാനും പാളി പോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യാനാണ്, വേറെ കറിയും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പപ്പടവും കൂടെയൊക്കെ പൊരിച്ചെടുത്ത് വാപ്പാക്ക് കാപ്പി കൊടുത്തു. വാപ്പ ഇതിന് മുന്നേ ട്രൈ ചെയ്ത് നോക്കിയ ആളായതുകൊണ്ട് വാപ്പാക്ക് അത് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. ടേസ്റ്റ് ചെയ്തപ്പം എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് തോന്നി. പിന്നെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞത് മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ മോളും കൂടി ഒരുങ്ങി റെഡിയായിട്ട് കല്യാണത്തിന് പോവുകയാണ് കേട്ടോ. ഇതിനിടയിൽ ഒരുപാട് ജോലികളുണ്ടായിരുന്നു, അതെല്ലാം തീർത്തിട്ടാണ് ഈ പോകുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അങ്ങ് റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നടക്കേണ്ടി വരും. നല്ല വെയിലുണ്ട് കേട്ടോ. ഒരു 11:30 മണി സമയമാണ്. ആ സമയമുള്ള വെയിൽ എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആകെ വിയർത്ത് കുളിച്ച് തീ പാറുന്ന ഇതിലാണ് കേട്ടോ ഞാനും പാത്തും കൂടെ അങ്ങ് റോഡിലെത്തിയത്. അവിടെ വല്യമ്മ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു ഓട്ടോയൊക്കെ കിട്ടി. പെട്ടെന്ന് നമ്മൾ ഓഡിറ്റോറിയത്തിൽ വന്ന് നമ്മുടെ കല്യാണ പെണ്ണാണ് കേട്ടോ. കല്യാണ പെണ്ണിനെയും കയറി കണ്ടിട്ട് പിന്നെ കെട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളിതേ ഇവിടെ വന്നങ്ങ് ഇരുന്നു. അപ്പോൾ നിക്കാഹൊക്കെ കഴിഞ്ഞു. പെണ്ണിനെ അനയിച്ചുകൊണ്ട് വന്നു. കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള പരിപാടി എന്ന് പറയുന്നത് ഫുഡ് അടിക്കലാണല്ലോ മെയിൻ. അങ്ങനെ കല്യാണവും കണ്ടതിന് ശേഷം പോയി ഫുഡും കഴിച്ച് പിന്നെ ഓരോ ഐസ്ക്രീമും ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലോട്ട്. നല്ല വെയിലാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. ബൈ.